Hello all. Today we are going to discuss your 8th chapter in biology, that is how do organisms reproduce. നമുക്കറിയാം ഒരുപാട് ലൈഫ് പ്രോസസ്സസ് ഉണ്ട് ലൈക്ക് എക്സ്ക്രീഷൻ, റെസ്പിറേഷൻ, ന്യൂട്രീഷൻ ലൈക്ക് ദാറ്റ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ അവർ ഡേ ടു ഡേ ലൈഫ്. വിതൗട്ട് ദാറ്റ് വി വോണ്ട് സർവൈവ്. ബട്ട് ദർ ഈസ് എൻ എക്സെപ്ഷൻ ഫോർ റീപ്രൊഡക്ഷൻ ഇൻ ദാറ്റ് കേസ്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. ദെൻ എന്തിനാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എനർജി ഇതുപോലുള്ള ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദാറ്റ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ അവർ ലൈഫ്? എല്ലാ സ്പീഷീസിൻ്റെയും എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ഏതെങ്കിലും ഒരു സ്പീഷീസ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കാപ്പബിലിറ്റി ഇല്ലാത്തതാണെങ്കിൽ, ഇഫ് ദേ ആർ എക്സിസ്റ്റിംഗ് അലോൺ, ദേ വുഡൻറ്റ് ബി നോട്ടീസ്ഡ്. ലൈക്ക് ഈവൻ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ കൂടി, ഇഫ് ദേ ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് സംതിങ്, ദേ ആർ നോട്ട് ടേക്കിംഗ് ഇൻഡിവിജ്വൽ ഓർഗാനിസംസ്, ദേ ആർ ടേക്കിംഗ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. ഇനി എങ്ങനെയാണ് സെയിം സ്പീഷീസിൽ വരുന്ന ഓർഗാനിസത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നത്? ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അവരുടെ ലുക്ക് തന്നെ. നമ്മൾ കാണുമ്പോഴുള്ള സിമിലാരിറ്റി. ഇഫ് ദേ ആർ ലുക്കിംഗ് സിമിലർ ടു ഈച്ച് അതർ, വി വിൽ കൺക്ലൂഡ് ദാറ്റ് ദേ ആർ ഇൻ ദ സെയിം സ്പീഷീസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലെറ്റ് ടേക്ക് ദ കേസ് ഓഫ് ഹ്യൂമൻസ്. ഹ്യൂമൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ദേ ആർ ലുക്കിംഗ് സിമിലർ ടു ഈച്ച് അതർ. അവരുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് സെയിം ആണ്. സെയിം കേസാണ് ബാക്കി വരുന്ന സ്പീഷീസിനുള്ളത്. ഇഫ് യു ആർ ടേക്കിംഗ് എ പെർട്ടിക്കുലർ സ്പീഷീസ്, ദെയർ ബേസിക് സ്ട്രക്ചർ വിൽ ബി സിമിലർ ബൈ ദെയർ അപ്പിയറൻസ്. ഇനി എങ്ങനെയാണ് ഈ സെയിം സ്പീഷീസിൽ വരുന്ന ഓർഗാനിസം സിമിലർ ആവുന്നത്? സിമിലർ ഓർഗാനിസംസ് എന്ന് പറയുമ്പം ഒരു ബോഡിയുടെ ബ്ലൂ പ്രിൻറ്റിൻ്റെ കോപ്പി എടുക്കുന്ന പോലെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് ദ കേസ് ഓഫ് ചോക്ലേറ്റ്സ്. ഒരു മോൾഡിന് നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ച് ആ മോൾഡിൽ നിന്ന് പുറത്ത് വരുന്ന ചോക്ലേറ്റിന് എല്ലാത്തിനും ഒരേ ഷേപ്പായിരിക്കും. ദേ ലുക്ക് എക്സാക്ട്ലി സിമിലർ ടു ഈച്ച് അതർ. ഇൻസൈഡ് അവർ സെൽ ന്യൂക്ലിയസ് ദർ ഈസ് എ ത്രെഡ്-ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ക്രോമസോംസ്. ഈ ക്രോമസോംസിൻ്റെ ഉള്ളിൽ വൺ സിംഗിൾ യൂണിറ്റ് ഓഫ് DNA ഉണ്ടാവും, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇതൊക്കെ നിങ്ങൾ ഇതിന് മുൻപേയും പഠിച്ചിട്ടുള്ളതായിരിക്കും. ഈ DNA ആണ് പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. ഈ പ്രൊഡ്യൂസ് ചെയ്ത പ്രോട്ടീൻസിൻ്റെ ബേസിസിലാണ് നമ്മുടെ ബോഡി സ്ട്രക്ചർ അല്ലെങ്കിൽ ബോഡി ഫീച്ചേഴ്സ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, DNA പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻസിന് ഓൾട്ടറേഷൻ വന്നാൽ, changes വന്നാൽ, the proteins which is produced is also changed. Thus, the body characters or the body features are also changed. These are called variations. So, reproduction processന്റെ basis എന്ന് പറയുന്നത് ഈ DNAയുടെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. 2 copies of DNA are produced in a reproducing cell, and then this DNA need to be separated. So, one DNA സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ കൺസ്യൂം ചെയ്തിട്ട് അതർ വണ്ണിനെ ഇജക്റ്റ് ചെയ്യുന്നത് നടക്കില്ല. ദ സെൽ ഇറ്റ് സെൽഫ് വിൽ ഡിവൈഡ് കണ്ടെയ്നിങ് 1 DNA ഈച്ച്. ഓക്കെ, സോ സെൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെല്ലിലും ഓരോ DNA വീതം ഉണ്ടാവും. So each DNA will be enclosed within a cell and its apparatus. These 2 cells evolved will be similar, but they might not be identical. ഇങ്ങനെ ഡിവിഷൻ നടക്കുന്ന സമയത്ത് DNA വേരിയേഷൻ സംഭവിക്കാം. ഇതൊരു ബയോകെമിക്കൽ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഓൾട്ടർനേഷന് ചാൻസ് ഉണ്ട്. ഓൾ ബയോകെമിക്കൽ റിയാക്ഷൻസ് ആർ നോട്ട് റിലയബിൾ. സോ ഈ DNA-ക്ക് വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് സംടൈംസ് ഇറ്റ് മൈറ്റ് ബി വെരി സ്ലൈറ്റ് ഓർ മൈന്യൂട്ട് ചേഞ്ചസ് ആയിരിക്കും. ദാറ്റ് വി ക്യാൻ ജസ്റ്റ് അവോയ്ഡ് ഇറ്റ്. ദേ വിൽ അഡാപ്റ്റ് പ്രോപ്പർലി വിത്ത് ദി സെൽ. ബട്ട് സംടൈംസ് ഇറ്റ് മൈറ്റ് ഗെറ്റ് ഡ്രാസ്റ്റിക്. സോ നൗ ലെറ്റ്സ് സീ വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ചേഞ്ചസ് ആർ ഡ്രാസ്റ്റിക്. DNA-യിൽ നല്ല ചേഞ്ചസ് വരുന്ന സമയത്ത് 2 ടൈപ്സ് സിറ്റുവേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. The first one എന്ന് പറയുന്നത് changes for the good. Second one എന്ന് പറയുന്നത് changes for bad. So let's see the example of bacteria living in water. Okay. So as a result of global warming, the water temperatures may rise. Some bacteria might adapt to it. Let's see this case. ഈ പിങ്ക് കളറുള്ള ബാക്ടീരിയാസ് ഒക്കെ ഹീറ്റ് റെസിസ്റ്റിവിറ്റി കൂടിയ ബാക്ടീരിയാസ് ആണ്. ഈ മ്യൂട്ടേഷൻസ് കാരണം അല്ലെങ്കിൽ ഇവല്യൂഷൻ കാരണം ഹീറ്റ് റെസിസ്റ്റിവിറ്റി കൂടിയ ബാക്ടീരിയാസ് ആണെന്ന് വിചാരിക്കാം.
ഈ ഗ്രീൻ കളേഴ്സ് ഒക്കെ നോർമൽ ബാക്ടീരിയാസ്. സോ ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള സിറ്റുവേഷൻസിൽ വാട്ടർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം ഹീറ്റ് റെസിസ്റ്റിവിറ്റി ആയിട്ടുള്ള ബാക്ടീരിയാസിന് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസിന് സർവൈവൽ കപ്പാസിറ്റി കൂടും. So in this case we can say heat resistivity or the evolution was for the good. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാനും ചാൻസ് ഉണ്ട്. മീൻസ് നോർമൽ ബാക്ടീരിയ പാരൻറ്റ് ബാക്ടീരിയനേക്കാളും ലെസ് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഇവോൾവ് ചെയ്താൽ അവർക്ക് പാരൻറ്റ് ബാക്ടീരിയൻ്റെ അത്ര പോലും ഹീറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. എന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് തന്നെ ഇറാഡിക്കേറ്റ് ആയി പോകും. സോ ഇവല്യൂഷനിൽ വരുന്ന ഡ്രാസ്റ്റിക് ചേഞ്ചസ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഓരോ ഓർഗാനിസം ഡിഫറെൻറ്റ് പ്ലേസസിലായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പം നമുക്കറിയാം, നമുക്ക് ഇന്ത്യയിലെ ക്ലൈമറ്റായിട്ട്, നമുക്ക് കേരളത്തിലെ ക്ലൈമറ്റായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ നോർത്ത് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ കോൾഡ് ക്ലൈമറ്റ് ഉള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ പീപ്പിൾസ് അവിടുത്തെ ക്ലൈമറ്റായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്പീഷീസ് അവരുടേതായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഹാബിറ്റാറ്റിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. Okay, like cold countries, warm countries, rainy areas, like that. Organisms are adapted to it. But we know as years passing by, climates are also changing. Along with the climate, other features like temperature, water availability, like that kind of things are keep on changing. So if the organisms cling to its original adaptivity without evolving, അവർ ഇറാഡിക്കേറ്റ് ചെയ്തു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. മീൻസ് ദ ക്ലൈമറ്റ് ഓർ ദി അതർ ഫീച്ചേഴ്സ് ആർ ചേഞ്ചിങ്, ദേ ഷുഡ് ഓൾസോ ഇവോൾവ് ഓർ ദേ ഷുഡ് ഷോ സം വേരിയേഷൻസ് അക്കോർഡിംഗ് ടു ദാറ്റ്. അല്ലെങ്കിൽ അവർക്ക് ആ ക്ലൈമറ്റിനേറ്റ് അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ, അങ്ങനത്തെ സ്പെഷ്യൽ കേസസിൽ വേരിയേഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. Along with that, sometimes it may be beneficial for them. Now we are going to discuss the mode of reproduction in different organisms. First, unicellular organismത്തിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നതെന്ന്. സോ ഫിഷൻ, ബഡിങ്, റീജനറേഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, ഇത്രയാണ് നിങ്ങൾക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ പഠിക്കാനുള്ളത്, ഓർ റീപ്രൊഡക്ഷൻ ഇൻവോൾവിങ് സിംഗിൾ പാരന്റ്. So first let's discuss about fission. Fission is the mode of reproduction in unicellular organisms like amoeba, paramecium and all. Okay, so two types fission ഉണ്ട്. One is binary fission and the other one is multiple fission. Binary fission എന്ന് വെച്ചാൽ individual cells get divided into two cells. ഓരോ സെൽസിലും ഓരോ ന്യൂക്ലിയസ് ആയിട്ട് 2 സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് വെച്ചാൽ 1 ഇൻഡിവിജ്വൽ സെല്ലിൽ നിന്നും ഒരുപാട് ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നതാണ്. ലെറ്റ്സ് സീ എക്സാമ്പിൾസ്. ഈ പിക്ചറിൽ കാണുന്നത് ഒരു ബാക്ടീരിയൽ സെല്ലിലുള്ള ബൈനറി ഫിഷനാണ്. ആസ് യു ക്യാൻ സീ, സെൽ ഗെറ്റ്സ് ഡിവൈഡഡ് ഇൻ ദി മിഡിൽ ഓർ ഇൻ ദി സെൻറ്റർ. ഓക്കെ, അങ്ങനെ ഒരു പാരൻറ്റ് സെൽ 2 ഇൻഡിവിജ്വൽ സെൽസ് ആയിട്ട് മാറുകയാണ്, 2 ഹാഫ് പോർഷൻസ് ആയിട്ട് മാറുകയാണ്. ഈച്ച് സെല്ലിന് അവരുടേതായിട്ടുള്ള എല്ലാ സെൽ അപ്പാരറ്റസും കിട്ടുന്നുണ്ട്. ദിസ് പിക്ചർ ഷോസ് ദി സെൽ ഡിവിഷൻ ഇൻ പ്രോട്ടോസോവാസ്. ഓക്കെ, ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ പാരൻറ്റ് സെൽ ഡിവൈഡഡ് എക്സാക്ട്ലി ഇൻ ദി ഹാഫ് ടു മേക്ക് 2 ഡോട്ടർ സെൽസ്. ഇറ്റ്സ് ലൈക്ക് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ബാക്ടീരിയ. ഈ പിക്ചറിൽ കാണുന്നത് അമീബയിലുള്ള സെൽ ഡിവിഷനാണ്. നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് ന്യൂക്ലിയസ് ഇലോങ്ങേറ്റ് ചെയ്യുന്നു, പിന്നെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ന്യൂക്ലിയ ആയിട്ട് മാറുന്നു, എന്നിട്ട് സൈറ്റോപ്ലാസം അതുപോലെയുള്ള സെൽ അപ്പാരറ്റസ് ഒക്കെ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് 2 ഡോട്ടർ സെൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ട ബാക്ടീരിയ, പ്രോട്ടോസോവ അതുപോലെ അമീബയിലൊക്കെ 2 ഡോട്ടർ സെൽസാണ് ഫോം ചെയ്യുന്നത്. സോ that's why these are called binary fission. Binary means 2 daughter cells are formed. ബാക്ടീരിയയിൽ നിന്നും പ്രോട്ടോസോവയിൽ നിന്നും അമീബയിലേക്ക് വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ബാക്ടീരിയ ആൻഡ് പ്രോട്ടോസോവ ആർ ഡിവൈഡിങ് ഇൻ 2 halves. ബട്ട് അമീബയ്ക്ക് അങ്ങനെയൊന്നുമില്ല. അമീബ ഗെറ്റ് ഡിവൈഡഡ് ഇൻ എനി പ്ലെയിൻ, മേ ബി അറ്റ് ദ സെൻറ്റർ
or might be at the end or any plane. This image shows the multiple fission in plasmodium. As the name suggests, one single parent cell നിന്നും ഒരുപാട് ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നതാണ്. rather than two daughter cells, ഒരുപാട് ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നതിനാണ് മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നത്. ഫിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് പ്രോസസ്സാണ്. മീൻസ് സിംപ്ലി ഡിവൈഡിങ് ഇൻ ടു ടു. നൗ ലെറ്റ്സ് ടേക്ക് ദ കേസ് ഓഫ് yeast. Yeast reproduce by forming small buds on their body. ചെറിയ ചെറിയ ബഡ്സ് പോലെയുള്ള സംഭവങ്ങൾ അവരുടെ ബോഡിയിൽ നിന്നും ഫോം ചെയ്യും. ഇറ്റ് മേ ബി വൺ ഓർ മെനി. എന്നിട്ട് ആ ബഡിലേക്ക് ന്യൂക്ലിയസിന് ഡോട്ടർ ന്യൂക്ലിയ ഫോം ചെയ്തിട്ട് ബഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ദെൻ ദിസ് ബഡ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ബോഡി ആസ് എ ന്യൂ സെൽ, ആസ് എ ന്യൂ yeast cell. Okay, this is how yeast reproduce, by forming buds in their body. The process is known as budding. ഈ ബഡ് എന്നുള്ളത് അവരുടെ ബോഡിയിലെ തന്നെ ഒരു പാർട്ടാണ്. ഈ പിക്ചറിൽ കാണുന്ന പോലെ മോർ ദാൻ വൺ ബഡ് ഈസ് ഫോംഡ് സംടൈംസ്. സോ ദിസ് ഇസ് ദ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ yeast. അപ്പോൾ ഇത്രയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസിലുള്ള റീപ്രൊഡക്ഷൻ പ്രോസസ് ബൈ മീൻസ് ഓഫ് ഫിഷൻ. ഓക്കെ, ഇതിനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് കൂടി പറയുന്നുണ്ട്. കാരണം ഓൺലി വൺ പാരൻറ്റ് ഈസ് ഇൻക്ലൂഡഡ്. ദർ ആർ നോ ടു പാരൻറ്റ്സ്. ഓക്കെ, ദർ ഈസ് ഓൺലി വൺ പാരൻറ്റ്. സോ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. So next mode of reproduction we will discuss in the next class. So bye.